ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് വാരാണസിയിൽ തുടക്കം കുറിക്കും. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ പങ്കാളിത്തം വിപുലീകരിക്കാൻ സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് ഇന്ത്യയും ഡെൻമാർക്കും. കർഷകരുടെ ക്ഷേമത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. വന്യജീവി ആക്രമണങ്ങളിൽ ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വേഗത്തിലാക്കണമെന്ന് കേരള സർക്കാരിനോട് കേന്ദ്രം. ഗസയിൽ ഹമാസുമായി താൽക്കാലിക വെടിനിർത്തൽ കരാറിലെത്താൻ ശ്രമങ്ങൾ ആരംഭിച്ച് ഇസ്രായേൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് റാഞ്ചിയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ക്ഷീര ഉത്പാദന മേഖല ദ്രുതഗതിയിൽ വളരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6% എന്ന കണക്കിലാണ് മേഖലയുടെ വളർച്ച. ലോക ശരാശരിയേക്കാൾ വളർച്ചയുള്ള ഇന്ത്യയിലെ പാലുത്പാദന മേഖലയുടെ വാർഷിക വിറ്റുവരവ് 10 ലക്ഷം കോടിയാണെന്നും മേഖലയുടെ ശക്തി സ്ത്രീകളാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അമൂലിന്റെ സുവർണ ജൂബിലി ആഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് വാരാണസിയിൽ തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്. വാരാണസിയിലെ സൻസദ് സംസ്കൃത പ്രതിയോഗിതയുടെ സമ്മാനദാനം പ്രധാനമന്ത്രി ഇന്ന് രാവിലെ നിർവഹിക്കും. തുടർന്ന് സന്ത് ഗുരു രവിദാസ് ജന്മസ്ഥലിയിൽ പൂജ നടത്തുന്ന അദ്ദേഹം സന്ത് ഗുരു രവിദാസിന്റെ 647ാം ജന്മവാർഷികത്തെ അനുസ്മരിക്കുന്ന പൊതുചടങ്ങിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം ഖാർഖിയാങ് മേഖലയിലെ ഉത്തർപ്രദേശ് വ്യവസായ വികസന അതോറിറ്റിയുടെ വിവിധ വികസന പദ്ധതികളും ബനാസ് കാശി സംകുൽ പാൽ ഉൽപാദന കേന്ദ്രവും അദ്ദേഹം ഇന്ന് നാടിന് സമർപ്പിക്കും. കൂടാതെ നെയ്ത്തുകാർക്കുള്ള സിൽക്ക് ഫാബ്രിക് പ്രിന്റിംഗ് കോമൺ ഫെസിലിറ്റി സെന്റർ, ടൂറിസം, ആത്മീയ ടൂറിസം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. വാരാണസിയിലെ മെഡിക്കൽ കോളേജിന്റെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ തറക്കല്ലിടലും അദ്ദേഹം ഇന്ന് നിർവഹിക്കും. കായികരംഗത്തെ മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് സിഗറ സ്പോർട്സ് സ്റ്റേഡിയത്തിന്റെ 1ാം ഘട്ടത്തിന്റെയും ജില്ലാ റൈഫിൾ ഷൂട്ടിംഗ് റേഞ്ചിന്റെയും ഉദ്ഘാടനം ശ്രീ മോദി നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ ഡാനിഷ് വിദേശകാര്യമന്ത്രി ലാസ്ലോക്കി റാസ്മുസനുമായി കൂടിക്കാഴ്ച നടത്തി. 9ാമത് റൈസീന സംഭാഷണത്തിന്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ പ്രതിരോധം, സുരക്ഷ, നൂതന സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ പുതിയ മേഖലകളിലേക്ക് തങ്ങളുടെ പങ്കാളിത്തം വിപുലീകരിക്കുന്നതിനായി പ്രവർത്തിക്കുമെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. 2024 ഇന്ത്യയും ഡെൻമാർക്കും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75 വർഷം തികയുന്ന വേളയിൽ ഇരു മന്ത്രിമാരും സംയുക്ത ലോഗോ പുറത്തിറക്കി. ഗ്രീസിലെ വിനോദസഞ്ചാരം, അടിസ്ഥാന സൌകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ കൂടുതൽ നിക്ഷേപം നടത്തണമെന്ന് അഭ്യർത്ഥിച്ച് ഗ്രീക്ക് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോതാക്കിസ്. മുംബൈയിൽ നടന്ന ഇന്ത്യ ഗ്രീസ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂറോപ്പ് മേഖലയിലെ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഗ്രീസിന്റെ സമ്പദ് വ്യവസ്ഥ അതിവേഗം വളരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഗ്രീസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി സഹായകരമാകുമെന്നും മിറ്റ്സോതാക്കിസ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയിൽ സമൂല പരിഷ്കരണം വേണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. റായ്സീന സംഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ 50 അംഗങ്ങളാണ് ഉണ്ടായിരുന്നതെന്നും ഇന്ന് അംഗങ്ങളുടെ എണ്ണം 4 മടങ്ങ് വർദ്ധിച്ചെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 5 വർഷത്തിനിടെ പല വലിയ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിഞ്ഞില്ല. സംവിധാനം പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇതിലൂടെ തെളിയുന്നത്. ആഗോള നിയമങ്ങൾ ഏകപക്ഷീയ പ്രയോജനത്തിനു വേണ്ടിയാകരുതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. വിശ്വമിത്രം എന്ന ആശയമാണ് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന G20 വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ വർഷം ഡിസംബറിൽ G20 അധ്യക്ഷ സ്ഥാനം ഇന്ത്യയിൽ നിന്ന് ബ്രസീൽ ഏറ്റെടുത്തിരുന്നു. ബ്രസീലിയൻ അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള ആദ്യ മന്ത്രിതല യോഗമാണ് ഇത്തവണത്തെ G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗം. കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കാൻ എപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. കർഷകരുടെ ക്ഷേമത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. ഇതുവരെ 4 വട്ടം ചർച്ച നടന്നുവെന്നും അവ ക്രിയാത്മകമായിരുന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കരിമ്പിന്റെ ന്യായവില ക്വിന്റലിന് 315 നിന്ന് 340 വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇത് കഴിഞ്ഞ സീസണിലേക്കാൾ 8% അധികമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
കാട്ടാന ആക്രമണം തടയാൻ പുതിയ നടപടിയുമായി കേന്ദ്ര സർക്കാർ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടെ കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ആനത്താരുകൾക്കായി പ്രത്യേക പദ്ധതി രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം കൂടിവരുന്ന വയനാട്ടിൽ വനം, റവന്യൂ ഉദ്യോഗസ്ഥരുമായി നടന്ന ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണങ്ങൾക്ക് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വേഗത്തിലാക്കണമെന്ന് കേരള സർക്കാരിനോട് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ചെന്നൈയിലെത്തും. സന്ദർശന വേളയിൽ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ കാണുകയും കളക്ടർമാരുമായും ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരുമായും അവലോകന യോഗം നടത്തുകയും ചെയ്യും. നാളെ തമിഴ്നാട്, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായും വകുപ്പ് ഉദ്യോഗസ്ഥരുമായും കമ്മീഷൻ ചർച്ച നടത്തും. മാധ്യമപ്രവർത്തകരുമായും നാളെ കൂടിക്കാഴ്ച നടത്തും. അർഹതയുള്ള എല്ലാവർക്കും പട്ടയം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ അതീവ പ്രാധാന്യം നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4ാമത് പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുമെന്ന ശ്രമകരമായ ദൌത്യം നാടിന്റെ ഒരു സാമൂഹിക ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ ജില്ലകളിലും സമാന്തരമായി പട്ടയമേളകൾ സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27-ന് തിരുവനന്തപുരം സന്ദർശിക്കും. VSSC വേളി ക്യാമ്പസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ISRO ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യും. VSSCയിൽ ഒരുക്കിയിരിക്കുന്ന ഗഗൻയാൻ പ്രദർശനവും പ്രധാനമന്ത്രി വീക്ഷിക്കും. തുടർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ BJP കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. കേരളത്തിലെ 23 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. 10 ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡിലും 4 മുനിസിപ്പാലിറ്റി വാർഡുകളിലും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഫലം www.sec.kerala.gov.in സൈറ്റിലെ ട്രെൻഡ് വിഭാഗത്തിൽ ലഭ്യമാകും. ഗസയിൽ ഹമാസുമായി താൽക്കാലിക വെടിനിർത്തൽ കരാറിലെത്താനുള്ള പുതിയ ശ്രമങ്ങൾ ആരംഭിച്ച് ഇസ്രായേൽ. പോരാട്ടം താൽക്കാലികമായി അവസാനിപ്പിക്കാനും 100ഓളം ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നുവരികയാണ്. എന്നാൽ ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ ഈജിപ്ഷ്യൻ അതിർത്തിയിലുള്ള ഗസയുടെ തെക്കൻ മേഖലയിൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പുണ്ട്. അതേസമയം തെക്കൻ ഗസ മുനമ്പിലെ റഫ മേഖലയിൽ ഇസ്രായേൽ ഇന്നലെ നടത്തിയ വ്യോമാക്രമണത്തിൽ 30,000-ഓളം പേർ കൊല്ലപ്പെടുകയും 70,000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചെങ്കടലിൽ ബ്രിട്ടീഷ് ചരക്ക് കപ്പലിനും അമേരിക്കൻ യുദ്ധക്കപ്പലിനും നേരെ വ്യാഴാഴ്ചയുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം യമനിലെ ഹൂതി വിമതർ ഏറ്റെടുത്തു. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാകുമെന്ന ഹൂതികളുടെ മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെയാണ് സംഭവം നടന്നത്. അതേസമയം ഇസ്രായേൽ, US, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ചെങ്കടലിലൂടെ കടന്നുപോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതായി ഹൂതികൾ ഔദ്യോഗികമായി അറിയിച്ചു. ഇന്ത്യ, ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് റാഞ്ചിയിൽ തുടക്കമാകും. രാവിലെ 9:30-നാണ് കളി ആരംഭിക്കുന്നത്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുൻപിലാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കേരളം ഇന്ന് ഗോവയെ നേരിടും. അരുണാചൽ പ്രദേശിൽ രാത്രി 7-നാണ് മത്സരം. ആദ്യ മത്സരത്തിൽ അസമിനെ 1-നെതിരെ 3 ഗോളുകൾക്കാണ് കേരളം പരാജയപ്പെടുത്തിയത്. ആഗോളതലത്തിൽ ജനപ്രിയ നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 78% അംഗീകാരത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ നേട്ടം. US ആസ്ഥാനമായുള്ള ഗ്ലോബൽ ഡിസിഷൻ ഇന്റലിജൻസ് ഏജൻസി മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേ ഫലമാണിത്. ലോക നേതാക്കളിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ 11-ാം സ്ഥാനത്തും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ 17-ാം സ്ഥാനത്തും UK പ്രധാനമന്ത്രി ഋഷി സുനക് 20-ാം സ്ഥാനത്തുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് വാരാണസിയിൽ തുടക്കം കുറിക്കും. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ പങ്കാളിത്തം വിപുലീകരിക്കാൻ സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് ഇന്ത്യയും ഡെൻമാർക്കും. കർഷകരുടെ ക്ഷേമത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. വന്യജീവി ആക്രമണങ്ങളിൽ ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വേഗത്തിലാക്കണമെന്ന് കേരള സർക്കാരിനോട് കേന്ദ്രം. ഗസയിൽ ഹമാസുമായി താൽക്കാലിക വെടിനിർത്തൽ കരാറിലെത്താൻ ശ്രമങ്ങൾ ആരംഭിച്ച് ഇസ്രായേൽ. ഇന്ത്യ, ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് റാഞ്ചിയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.